നിൽക്കാൻ. ഞാനെന്തിനാ ഓടുന്നത്? പേടിച്ചോടാൻ തുടങ്ങിയാൽ എന്റെ അന്വേഷണങ്ങൾ എനിക്കൊരിക്കലും പൂർത്തിയാക്കാനാവില്ല. രാജനന്ദിനി എന്റെ കൂടെ ഉള്ളപ്പോ ഞാനെന്തിനു ഭയക്കണം? ഇല്ലമ്മേ, രാജാറാമിന് കോൾ കണക്ട് ആവുന്നില്ല. ഈശ്വര, ഈ ശ്രീലക്ഷ്മി ഇത് എവിടേക്കാ പോയത്? ഫോൺ ഓഫ് ചെയ്ത് രാജാറാം ഇത് എവിടെ പോയിരിക്കുക? സെക്യൂരിറ്റീസിന്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആ സെക്യൂരിറ്റീസിന്റെ മുന്നിൽ കൂടെയല്ലേ ഏട്ടത്തിയും ഒറ്റയ്ക്ക് കാറുമായിട്ട് പോയത്? അവർക്കെങ്കിലും ഒന്ന് തടയായിരുന്നല്ലോ. അതിന് രാജാറാമിനെയും സെക്യൂരിറ്റീസിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രഘു. ശ്രീലക്ഷ്മിയെ രഘുവിനെ ശരിക്കും അറിയാത്തതുകൊണ്ടാ. അവളുടെ മുമ്പില് എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സമായിട്ടൊന്ന് നിന്നു നോക്ക്. അപ്പൊ മനസ്സിലാവും ശ്രീലക്ഷ്മിയുടെ തനി സ്വരൂപം. അവൾ ആരാന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. നീ വെറുതെ എരുത്തിയിലേക്ക് എണ്ണ ഒഴിക്കാതെ രേഖ. നിന്നോട് ഞാൻ ചേട്ടായി വിളിക്കാൻ പറഞ്ഞിട്ട് എന്തായി? ബ്രദറിലോയെ ഞാൻ 2 തവണ വിളിച്ചു. ഫോൺ റിംഗ് ആവുന്നുണ്ട്. ബ്രദറിലോ കോൾ എടുക്കുന്നില്ല. അപ്പോഴത്തെ ധൃതിയില് ബ്രദറിലോ ഫോൺ എടുത്തു കാണില്ല. ഞാൻ പറയുന്നത് വിശ്വാസം ആയില്ലെങ്കിൽ രഘു തന്നെ ഒന്ന് വിളിച്ചു നോക്ക്. ഈശ്വര, ശ്രീലക്ഷ്മിക്ക് ഒരു ആപത്തും വരുത്തരുതേ. ഇനി തിരിച്ചെത്തിച്ചു തരണേ. അമ്മ വിഷമിക്കാതെ. ചേട്ടായി പോയിട്ടുണ്ടല്ലോ. ഏട്ടത്തി അമ്മയ്ക്ക് ഒരു ആപത്തും വരില്ല. അമ്മ സമാധാനമായിരിക്കേ. മധുരല്ലോ പേടിക്കൊന്നും വേണ്ട. അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ചുമ്മാ ബാക്കിയുള്ളവരെ ടെൻഷൻ അടുപ്പിക്കാനായി അവള് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിപ്പോ ആദ്യമായിട്ടാണോ ശ്രീലക്ഷ്മി എല്ലാവരും ഇങ്ങനെ ഞെട്ടിക്കുന്നത്? എന്തായാലും അമ്മയുടെ പുന്നാര മരുമകള് പുറത്ത് കാണുന്ന പോലെ ഒരു മാടപ്രാവല്ലാന്ന് അമ്മയ്ക്കിപ്പൊ മനസ്സിലായല്ലോ. എന്താ രേഖ ഈ സമയത്ത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാ രഘു സംസാരിക്കേണ്ടത്? രഘു പറഞ്ഞതാ. ഇപ്പോഴും രഘുവിന്റെ ചേട്ടത്തെ അമ്മ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ രേഖ, നീ ഇങ്ങനെ വെറുതെ നെഗറ്റീവായി ചിന്തിച്ച് ഓരോന്ന് പറഞ്ഞ് വെറുതെ അമ്മയെ പേടിപ്പിക്കരുത്. ഏട്ടത്തിയമ്മ എന്തെങ്കിലും അർജന്റ് കോൾ വന്നപ്പോൾ പോയതായിരിക്കും. നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു കാണും. ഈ രാത്രിയില് ശ്രീലക്ഷ്മിയെ ഇത്ര അർജന്റായിട്ട് വിളിക്കാനുള്ളത് ആരാ? അത് മാത്രമല്ല, ഇവിടെ എത്രയോ വണ്ടികളുണ്ട്. അതൊന്നും എടുക്കാതെ വർഷങ്ങളായിട്ട് മൂടിയിട്ടിരിക്കുന്ന കാറ് സ്വയം ഡ്രൈവ് ചെയ്ത് ഇവിടുത്തെ എങ്ങോട്ടാ പോയത്? ഏട്ടത്തിയമ്മയ്ക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ട് രേഖ. അവരേതോ നാട്ടിൽ ജീവിക്കുന്നുമുണ്ട്. അവരാണ് ശ്രീലക്ഷ്മിയെ അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞ് വിളിച്ചതെങ്കിൽ അതെന്നോടോ രേഖയോടോ പറയേണ്ട കാര്യം ഏട്ടത്തിയമ്മയ്ക്ക് ഇല്ല. അവരോട് അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണല്ലോ നീ ചെയ്തിട്ടുള്ളത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ശരി, എന്നോട് പറയണ്ട. രഘുവിനോടോ മദറിൻലോയോടോ പറയണ്ട. ബ്രദറിൻലോയോട് പറയായിരുന്നല്ലോ. ബ്രദറിൻലോയെ കൂട്ടിക്കൊണ്ടു പോവായിരുന്നല്ലോ. നിങ്ങൾക്കാർക്കും ഇപ്പോഴൊന്നും മനസ്സിലാവില്ല. അവസാനം
ഈ വീടിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും മാനം പോകുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കൂ. അന്ന് എല്ലാവരും പറയും ഈ രേഖയായിരുന്നു ശരിയെന്ന്. ഒന്ന് നിർത്തുന്നുണ്ടോ രേഖ, പ്ലീസ്? നിങ്ങൾ എല്ലാവരും അവൾക്ക് ആവശ്യമില്ലാത്ത ഫ്രീഡം കൊടുക്കുന്നതാ ഇതിനെല്ലാം കാരണം. അവളിങ്ങി വരട്ടെ. നിങ്ങൾ ആരും ചോദിച്ചില്ലെങ്കിലും ഞാൻ ഇതെല്ലാത്തിനും ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. അതിനല്ലോ മദറിൻലോയ്ക്ക് ശ്രീലക്ഷ്മിയോട് മാത്രം അതിഭയങ്കരമായ വാത്സല്യവും സ്നേഹവും ആയിരിക്കും എന്ന് വെച്ച് അവളുടെ എല്ലാ തോന്നിയാവസത്തിനും എനിക്ക് അങ്ങനെ കൂട്ടു നിൽക്കാനാവില്ല. ഇത് ഈ വർമ്മൻ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. രേഖ ഇപ്പൊ സമാധാനിക്കും. രവി ശ്രീലക്ഷ്മിയും കൂട്ടി വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ദൈവമുണ്ട് മോളെ ശ്രീലക്ഷ്മി. നീ എന്നോട് കാണിച്ചതിന്റെയൊക്കെ ഫലമായതൊക്കെ. അല്ലെങ്കിൽ നീ ആ പഴഞ്ചൻ കാറുമായി പോയ സമയത്ത് എനിക്ക് അവിടെ നിന്നത് കാണേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. കാറുമായി നീ പോവാനും അത് ഞാൻ കാണാനും. ഇനി ബ്രദറിലോ നിന്നെയും കൂട്ടി ഇവിടെ വരുമ്പോ നിന്റെ ഗായത്രി അമ്മ വരെ നിനക്കെതിരാവും. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി.